കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയ പെരിയ ഇരട്ട കൊലപാതക കേസിൽ വിധി ഇന്ന് കൊച്ചിയിലെ CBI കോടതിയാണ് വിധി പറയുന്നത്. CPMലെ വിവിധ ഘടകങ്ങളിലെ നേതാക്കൾ പ്രതിയായതാണ് കേസ്. CBI അന്വേഷണം ഒഴിവാക്കാൻ സർക്കാർ സുപ്രീം കോടതി വരെ അപ്പീൽ നൽകിയിരുന്നു. കേസിലാകെ 24 പേരാണ് പ്രതികൾ. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന അതിനിർണായകമായ വിധി ഇന്ന് വരികയാണ്. മറ്റ് വിവരങ്ങളും കൂടി. ദേവിക, ആദ്യം കേരള ലോക്കൽ പോലീസും അതിനുശേഷം ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ഒരു കേസായിരുന്നു പെരിയ ഇരട്ടക്കൊലപാതക കേസ്. ഇതിൽ കൃപേഷും ശരത്ലാലും മരണപ്പെട്ടതിനെ തുടർന്നാണ്. അത് CPMന്റെ രാഷ്ട്രീയ വൈരാഗ്യം മൂലം CPM ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം എന്ന നിലയിൽ തന്നെയായിരുന്നു ഈ കേസിനെ ആദ്യം മുതൽ തന്നെ പൊതുസമൂഹം വീക്ഷിച്ചത്. ആ രീതിയിൽ തന്നെ അതിൻ്റെ പ്രാധാന്യവും വലിയ രാഷ്ട്രീയ ചർച്ചയുമായി മാറിയിരുന്നു. അതിൽ യഥാർത്ഥ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരാതിരിക്കാൻ അധികാരം ഉപയോഗിച്ച് CPMും ഇടത് സർക്കാരും മറ്റും ശ്രമിച്ചിരുന്നു എന്ന ആക്ഷേപം നിലനിൽക്കെയാണ് ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും ബന്ധുക്കളുടെ ഇടപെടലിനെ തുടർന്ന് CBI അന്വേഷണം ഉണ്ടാകുന്നത്. CBI അന്വേഷണം എന്നോടെ ആദ്യം തന്നെ CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും MLAയുമായ KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ പ്രതിപ്പട്ടികയിലുണ്ടായിരുന്നു. എന്നാൽ CBI അന്വേഷണം വന്നതോടെ ആദ്യ പ്രതിപ്പട്ടികയിൽ ഇല്ലാതിരുന്ന CPM നേതാക്കളടക്കമുള്ള 10 പേർ കൂടി ഈ പ്രതിപട്ടികയിലേക്ക് വന്നു. ഇത് സംബന്ധിച്ച് 2021 ഇത് സംബന്ധിച്ച കുറ്റപത്രം CBI കോടതിയിൽ സമർപ്പിക്കുന്നത്. അതിനെ തുടർന്ന് 2023 വിചാരണയും ആരംഭിച്ചു. ആ വിചാരണ പൂർത്തിയാക്കിയാണ് ഇന്ന് ഈ കേസിലെ നിർണായക വിധി പ്രസ്താവം എറണാകുളം CBI കോടതി ഇന്ന് പ്രസ്താവിക്കുന്നത്. വളരെ പ്രാധാന്യത്തോടെ തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു കേസ് തന്നെയാണ് ഇത്. എന്തു തന്നെയായാലും അന്ന് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു 2 യുവാക്കളെ ഇത്തരത്തിൽ അതിമൃഗീയമായി കൊലപ്പെടുത്തുന്നത്. അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ ചർച്ചകളും എല്ലാം തന്നെ ഏറെ ശ്രദ്ധേയവുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ കേസിൽ പ്രതികൾ കുറ്റക്കാരാണോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് CBI കോടതി വിധി പ്രസ്താവന നടത്തുകയാണ്. ദേവിക, അതെ, അങ്ങനെ തന്നെയാണ്. കേരളം മുഴുവൻ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത ഇരട്ട കൊലപാതകമാണ് പെരിയയിൽ നടന്നത്. അതിന്മേലാണ് ഇന്ന് കൃത്യമായി കോടതി നടപടികൾ പൂർത്തിയാവുന്നത് എന്നുള്ള കാര്യമാണ്.